ടേസ്റ്റി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടല്ല, ഒരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന് എനിക്ക് എത്രത്തോളം വിമർശനം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സെന്നുട്ടി ഉറങ്ങി എണീറ്റൊക്കെ വന്നതാണ്. അവൾ ചായക്കും വേണ്ടി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഉമ്മ പഴംപൊരിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിക്കുകയാണ്. എന്താ സെന്യോ? അതെന്താ പഴംപൊരിയാ? അഞ്ചോ മൂന്നോ രസമുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. സെന്നുട്ടി ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങും. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ ഇതേപോലെ ചായ ഉമ്മ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുട്ടി ഇതേപോലെ ചായ കുടിക്കും. അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് സിറ്റായിട്ടേക്ക് വന്നു. അപ്പോൾ സെന്നുവിന് മുടി കെട്ടണം എന്ന് പറഞ്ഞ് ചീർപ്പും വെണ്ണൊക്കെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവളെ മുടി കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ സെന്നുവിൻ്റെ മുടി കെട്ടിക്കൊടുക്കുന്ന ആൾ എൻ്റെ ആപ്പാപ്പൻ്റെ മോളാണ്. അവൾ ഞങ്ങൾ വന്നിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയാണ്. സെന്നുവിനാണെങ്കിൽ അവളെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുടി ഡ്രസ്സൊക്കെ അവൾ തന്നെ ഇട്ടെന്നാൽ മതി, കെട്ടി തന്നാൽ മതി എന്നൊക്കെ പറയൽ. അപ്പോൾ അപ്പാപ്പൻ്റെ മോളെ പേര് ഫഹ്മിദ എന്നാണ്, ഫെമി എന്നാണ് വിളിക്കൽ. പിന്നെ സെന്നുവിൻ്റെ പേര് ഷെൻസ എന്നാണ്. അപ്പോൾ ഓള് മുടിയൊക്കെ കെട്ടി ഇനി പുറത്തൊക്കെ പോകണമെന്ന് പറയണം. അവള് മുറ്റത്ത് കൂടെ ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞിട്ട്. അവള് പുറത്തേക്ക് അങ്ങനെ അവള് മുറ്റത്തിറങ്ങി. അപ്പോൾ ഇവക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ മുറ്റത്ത് കൂടെ ഇറങ്ങി നടക്കണ ഇവക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എന്നും ഇങ്ങനെ ചെയ്യാറ്. പൂ പറിക്കണ്ട കേട്ടോ സെന്യോ, നമ്മള് പൂവല്ലേ. അപ്പോൾ മുറ്റത്തിറങ്ങിയാൽ ആദ്യം ചെയ്യൽ ചെടിയൊക്കെ നനച്ചെടുക്കലാണ്. അപ്പോൾ അത് ഞാൻ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അവളും എൻ്റെ കൂടെ വന്നിട്ട് പൈപ്പൊക്കെ എടുത്ത് നനക്കും. അപ്പോൾ എന്നും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ വാശിയാണ് അവൾ തന്നെ നനക്കണമെന്ന് കേട്ടോ.
ഇനി മറ്റേത് നനക്ക്. അപ്പോൾ ചെടിയൊക്കെ അങ്ങനെ നനക്കണം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആരെ കയ്യിലും അവൾ നനക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് തരില്ല. പിന്നെ പൂവിട്ട് നിൽക്കുന്ന ചെടിയൊക്കെ ഉണ്ടെങ്കിൽ പൂവൊന്നും അവൾ പറിക്കൊന്നുമില്ല. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞ് സെന്നുട്ടി അവളെ ഊഞ്ഞാല എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ ഈ ഊഞ്ഞാല അകത്തായിരുന്നു കെട്ടിനത്. അപ്പോൾ അകത്തായിട്ട് അവൾ ഇതിൽ അത്ര കളിക്കൊന്നുമില്ല. ഊഞ്ഞാല എന്നാൽ എടുത്ത് വെക്കണത് അവൾക്ക് ഏറ്റവും ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ പണിയാണ് മുറ്റത്ത് മരത്തിൽ കൊണ്ടുവന്നിട്ട് ഈ ഊഞ്ഞാല കെട്ടിയത്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ എല്ലാ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇതിലാടിയിരിക്കും. മിനുട്ടി മിമി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആപ്പാപ്പൻ്റെ മോള് ഉണ്ടായിരുന്നു കൂടെ. അവളുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവരെ കൂടെ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവളെവിടെയാന്ന് ചോദിക്കുകയാണ് ഓള്. നമുക്ക് പോകണോ മിമിൻ്റെ അടുത്തേക്ക്? നമുക്ക് പോവട്ടോ. അങ്ങനെ കുറേ നേരം മുറ്റത്തൊക്കെ കളിച്ചതിന് ശേഷം അവളെ സൈക്കിൾ എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ അവൾ സ്വന്തമായിട്ട് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ടില്ല. പാപ്പാപ്പൻ്റെ മോള് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെന്നു സൈക്കിൾ എടുത്ത് കളിച്ചപ്പോൾ ആ ചാൻസ് നോക്കി ഫെമി ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവള് ബലൂണും കൊണ്ട് കളിക്കുകയാണ്. ഉപ്പ ഉച്ചയ്ക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ സെന്നുട്ടിക്ക് കുറച്ച് ബലൂൺ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് അവൾ ഉറങ്ങായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉമ്മ എടുത്ത് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി ബലൂണൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഫെമി വീർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കൊണ്ടുവന്നത് ഫുള്ളും വീർപ്പിക്കാനെന്നാണ് പറയണത്. ഒന്നൊന്നും വീർപ്പിച്ച് കൊടുത്തിട്ട് അവൾക്ക് മതിയായിട്ടില്ല. തന്നെയോ ആരെ ബലൂൺ കൊണ്ടുവന്നേ? പപ്പ കൊണ്ടുവന്നതാ? അഞ്ച് ബലൂൺ ഉണ്ടോ? അപ്പോൾ അവർ ബലൂണൊക്കെ കൊണ്ട് കളിക്കുകയാണ്. എന്നിട്ട് നോക്കട്ടെ. അതാ അത് പോയില്ലേ? പോയില്ലത്? തേട്ട അതാ. അപ്പോൾ ബലൂൺ മൊത്തം ഓള് താഴേക്കിട്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫെമി. അതിനെന്താ പറയാ സെന്യോ? ബലൂണിന് എന്താ പറയാ? ബോളാ? അപ്പോൾ സെന്നുട്ടിക്ക് പല ടോയ്സ് കൊണ്ട് കളിക്കണതാണ് ഏറ്റവും ഇഷ്ടം. അതാ ഒരു ബലൂൺ പൊട്ടിപ്പോയി. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പം
മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും മേലൊക്കെ കഴുകി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഈവനിങ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസും വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ വ്ളോഗൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്. ധന്യോ ബായ് പറഞ്ഞ.